ഹായ് ഗുഡ് മോർണിംഗ് ഓൺലെസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യാണ് കേട്ടോ. ഉറക്കം എഴുന്നേറ്റ് ഇരിക്കുകയാണ് ഞങ്ങൾ രണ്ടുപേരും അല്ലേ. ഇപ്പൊ എണീറ്റതേ ഉള്ളൂ. ഒരുപാട് ലേറ്റ് ആയി ഇന്നലെ ഉറങ്ങാനായിട്ട്. ഇന്നലെ എടുക്കണം എന്ന് വിചാരിച്ചായിരുന്നു ഞാൻ ഈ വീഡിയോ, പക്ഷെ ഇന്നലെ പറ്റിയില്ല. ആകെ മൊത്തം ഹറിബറി ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് അത് മിസ്സായിപ്പോയി. എന്താ വെച്ചാല് ഞങ്ങൾ ഈ വീട്ടിൽ നിന്ന് പുതിയ വീട്ടിലേക്ക് മൂവ് ചെയ്യാണ്. സോ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷെ ഇന്നലെ അൺഫോർച്ചുനേറ്റ്ലി പറ്റിയില്ല. സോ അപ്പോൾ ഇന്ന് ഞാൻ എന്തായാലും എനിക്ക് ഇന്ന് ഒരു വീഡിയോ ചെയ്യണം എന്നൊരു ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. നമ്മൾ UK വന്നിട്ട് 3 വർഷമായി. ആ 3 വർഷം നമ്മൾ ലിവർപൂളിലാണ് താമസിക്കുന്നത്. അപ്പം 3 വർഷവും നമ്മൾ ഈ ഒരു ഏരിയയിൽ തന്നെയാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് വന്ന സമയത്ത് ഒരു വീട്ടിൽ താമസിച്ചിട്ടുണ്ടായിരുന്നു. അത് 1 ഇയർ നമ്മൾ ആ വീട്ടിൽ താമസിച്ചു. അതിൻ്റെ തന്നെ നേരെ ഓപ്പോസിറ്റ് സ്ട്രീറ്റിലാണ് നമ്മളിപ്പം ഈ വീട് താമസിക്കുന്നത് കേട്ടോ. ഇവിടെ 2 വർഷമായി നമ്മൾ ഈ വീട്ടിൽ താമസിക്കണം. അപ്പം ഇവിടെ നിന്ന് മാറുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. ഒന്ന് നമ്മൾ ശരിക്കും ഇവിടെ സെറ്റായി. ഇവിടുത്തെ എന്താ പറയുക, സ്ഥലങ്ങളായിട്ടും ഇവിടുത്തെ ഷോപ്പുകളായിട്ടും ഇവിടെയുള്ള നൈബേഴ്സ് ആയിട്ടും എല്ലാവരായിട്ടും നമ്മൾ സെറ്റായി സത്യം പറഞ്ഞാൽ. പക്ഷേ നമുക്ക് നമ്മുടെ വർക്ക് പ്ലേസും വീടും തമ്മിൽ കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട്. സോ ഇപ്പം നെവ് വന്നതോട് കൂടിയിട്ട് നമുക്ക് പെട്ടെന്നൊക്കെ ഒന്ന് പോയി വരാനൊക്കെ കുറച്ചുകൂടിയും സൗകര്യം അങ്ങോട്ട് മാറുന്നതായിരിക്കും. അപ്പം നമ്മൾ ഇതുവരെയും അങ്ങനെ മാറാതിരുന്നായിരുന്നു. അതായത് ഇവിടെ നമുക്ക് അത്രയ്ക്ക് ഇഷ്ടമായ സ്ഥലമാണ്. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. കടകൾക്കാണെങ്കിലും നമ്മുടെ ഏഷ്യൻ സ്റ്റോർ ആണെന്നുണ്ടെങ്കിലും അല്ലാതെ എല്ലാം ഇപ്പം ബസ്സിനാണെങ്കിലും എല്ലാ സൗകര്യമുള്ളൊരു നല്ലൊരു ഏരിയ ആണ് കേട്ടോ. അപ്പം ഇവിടെ നിന്ന് മാറാതെ എങ്ങനെ ഞങ്ങൾ ഇരുന്നാണ് ജോലി കിട്ടിയ സമയത്തും അടുത്തേക്ക് മാറാതെ ഇവിടെ നിൽക്കുക. ടൗൺ ഏരിയ പോലെ തന്നെയാണ്. അപ്പം എല്ലാം ഉണ്ടല്ലോ സൗകര്യം. GP ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. അപ്പം അതുകൊണ്ട് നമുക്ക് ഒരു ബുദ്ധിമുട്ട് ഇതുവരെ ഇല്ല. ഇപ്പം നമ്മളിനി പോകാനിരിക്കുന്ന സ്ഥലത്ത് ബുദ്ധിമുട്ടുണ്ടെന്നല്ല, പക്ഷെ നമ്മളിനി അത് ആദ്യം മുതലേ നമ്മൾ അവിടെ പോയി ഒന്ന് സെറ്റ് ആവണല്ലോ, മൈൻഡ് ഒന്ന് സെറ്റ് ആവണല്ലോ. അപ്പം അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു മടി പിടിച്ചിട്ടാണ് നമ്മൾ സത്യം പറഞ്ഞാൽ അങ്ങോട്ട് നോക്കാതിരുന്നത്. പക്ഷെ നമ്മുടെ സാഹചര്യങ്ങളുണ്ടല്ലോ, സാഹചര്യങ്ങൾ മൂലം നമുക്ക് അങ്ങോട്ട് മാറേണ്ട ഒരു ടൈമായി. ഇപ്പം നെവു അവൾക്കും കുറച്ചുകൂടിയും അവിടെ ഞങ്ങൾ അടുത്ത് പെട്ടെന്നൊക്കെ വരാനൊക്കെ പെട്ടെന്ന് എത്താനൊക്കെ ഒരു സൗകര്യം അവിടെ ആയിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കുറേ നാളുകളായിട്ട് വീട് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ നാട്ടിൽ നിന്ന് വന്ന ഒരു ഏകദേശം ഒരു 8 മാസമല്ല ഷാനട്ടാ, ഓൾമോസ്റ്റ് ഒരു 8 മാസത്തോളം നമ്മളിങ്ങനെ അന്വേഷിച്ച് അവസാനം നമുക്ക് ഒരു വീട് കിട്ടി. നമ്മൾ 2 BHK തന്നെയാണ് എടുത്തേക്കണത്. അത്യാവശ്യം സ്പേസ്. ഞാൻ എന്തായാലും വീടിൻ്റെ ഒരു നമ്മളിനി അവിടെ പോയി ഒന്ന് സെറ്റായിട്ട് ഒരു വ്ളോഗ് ഞാൻ ഇടാട്ടോ. ഹോം ടൂർ എന്തായാലും ചെയ്യാം. നല്ലൊരു കുഴപ്പമില്ലാത്തൊരു വീടാണ്. കാരണം ഇവന് കുറച്ചുകൂടി സ്പേസ് ഉണ്ട്. പിന്നെ നമുക്ക് അവിടെ നിന്ന് ജോലിക്ക് പോകാനായിട്ട് വാക്കിംഗ് ഡിസ്റ്റൻസേ ഉള്ളൂ. സോ അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ കുറച്ച് നല്ല കാര്യങ്ങൾ അവിടെയുണ്ട്. എന്നിരുന്നാലും ഈ ഒരു സ്ഥലം നമുക്ക് വിട്ടുപോകാന്ന് പറഞ്ഞാൽ ഭയങ്കര മടിയാണ്. നമുക്ക് ആക്ച്വലി വീടിന് കീ കിട്ടിയിട്ട് കുറച്ച് നാളായി. നമ്മളപ്പോൾ അതിങ്ങനെ ഹോൾഡ് ചെയ്യും. ഈ ഒരു മാസം ഫുള്ള് നമുക്ക് May 2 വരെ നമുക്ക് ഈ വീട്ടിൽ നിൽക്കാം. അപ്പോൾ നമ്മൾ ആ വീട്ടിൻ്റെ April 1 നമുക്ക് കീ കിട്ടി. നമ്മളത് ഹോൾഡ് ചെയ്ത് ഈ ഒരു മാസം കൂടി നിൽക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഈ മാസം ലാസ്റ്റ് വരെ നിന്നു. പക്ഷെ നമുക്ക് നമ്മുടെ 2 പേരുടെയും ജോലിയുടെ ടൈം ഒരു പ്രശ്നമുണ്ടല്ലോ. നമുക്ക് ഒന്നിച്ച് ഓഫ് കിട്ടാത്തതുകൊണ്ട് എന്തായാലും 2 പേരും കൂടെ ഇന്ന് ഇതിനു വേണ്ടി ഓഫ് എടുത്ത് മാറാമെന്ന് ചോദിച്ചു. കാരണം ലാസ്റ്റിലേക്ക് നിൽക്കുമ്പോൾ കുറച്ചുകൂടി പിന്നെ അങ്ങോട്ട് മാറണം. അപ്പോഴും ഇതുപോലെ ലീവ് എടുക്കാൻ നിൽക്കണം. അപ്പം 2 ദിവസം മുൻപാണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് ഒന്ന് ക്ലീൻ ചെയ്ത് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് പോകാമല്ലോ എന്ന് വിചാരിച്ചു. ലാസ്റ്റ് പിന്നെ ഒരു ഹറിബറിയിലേക്ക് നിൽക്കണ്ടെന്ന് വിചാരിച്ചിട്ടേ. അപ്പം ഇന്നാണ് ആ ലാസ്റ്റ് ദിവസം. ഇന്നും നാളെയും ഞങ്ങൾ ഒന്നിച്ച് ഓഫ് എടുത്തു. ഇന്നിപ്പോൾ ഇവിടെ നിന്നെല്ലാം പാക്ക് ചെയ്ത് വീടൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് വേണം പോകാനായിട്ട്. നാളെ ഇനി അവിടെ ഇന്ന് വൈകുന്നേരത്തെ അവിടെ ചെല്ലുന്നു. നാളെ നമ്മൾ അവിടുത്തെ വീടൊക്കെ ഒന്ന് എല്ലാം അറേഞ്ച് ചെയ്യാനുണ്ട്. നമ്മൾ അവിടെ ഫുള്ള് എല്ലാം ക്ലീൻ ആണ് കേട്ടോ. നല്ല നീറ്റായിട്ടുള്ള വീടാണ്. പക്ഷെ നമ്മുടെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പം അതെല്ലാം ഒന്ന് സെറ്റ് ചെയ്യാനും അങ്ങനത്തെ കുറച്ച് പരിപാടി മാറിൽ ഭയങ്കര ഒരു പണിയാണല്ലോ. ഇവളെ വെച്ചിട്ട് വേണം നമ്മളിനി അതൊക്കെ ഒന്ന് സോർട്ട് ചെയ്യാനായിട്ട്. പക്ഷെ കുഴപ്പമില്ല, നമ്മുടെ കൂടെയുള്ള
കൊളീഗ്സ് അവരൊക്കെ നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. എന്താ പറഞ്ഞ എന്തേ എങ്ങനെയെന്ന് അറിയില്ല. ഇപ്പം മനസ്സോട് കൂടിയിട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ. അവിടെ നമ്മളവിടെ സെറ്റ് ആവുമായിരിക്കും. കാരണം നമ്മുടെ കൂടെയുള്ള നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും ചുറ്റിനും എല്ലാവരും ഉണ്ട്. ഓരോ സ്ട്രീറ്റ് തൊട്ടടുത്താണ് ഒരുപാട് പേരുള്ളത്. അപ്പം നമ്മുടെ കൂടെയുള്ള എല്ലാ ഫ്രണ്ട്സും അവിടെയാണ് മൊത്തം. അപ്പം അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട്. കാരണം പെട്ടെന്ന് നമുക്ക് എല്ലാവരായിട്ടും പോയി വരാനൊക്കെ സൗകര്യമുണ്ട്. ഒന്ന് വിളിച്ചാൽ തന്നെ പെട്ടെന്ന് ഓടി എത്താനൊക്കെ എല്ലാവർക്കും പറ്റും. അപ്പം ആ ഒരു കാര്യത്തിൽ ടെൻഷനില്ല. ഇനി പക്ഷെ നമ്മൾ പുതിയൊരു സ്ഥലം പോലെ തന്നെയാണല്ലോ. നമ്മൾ ഇനി അവിടെ പോയി നമ്മൾ ആ വീടുമായിട്ടൊന്ന് സെറ്റ് ആവണം. പിന്നെ നമ്മൾ പുറത്ത് നമ്മുടെ നൈബേഴ്സൊക്കെ ആയിട്ട് എങ്ങനെയാവും അറിയില്ല. അതൊരു ടെൻഷൻ. പിന്നെ ജോലിക്ക് പോകേണ്ട സമയങ്ങൾ, ജോലിക്ക് പോകുന്ന സമയത്ത് എങ്ങനെയൊക്കെയാ പോകാൻ പറ്റുക എന്നുള്ളതൊക്കെ. നമ്മുടെ കൂടെയുള്ള എല്ലാവരും ഉണ്ട്, ഫ്രണ്ട്സൊക്കെ അവരുണ്ട്. അവരെല്ലാവരും ഒന്നിച്ചൊക്കെ പോകാനും ഒക്കെ പറ്റുമെന്ന് വിചാരിക്കണം. അപ്പം എല്ലാം എങ്ങനെയാ, എനിക്ക് ഒരു പുതിയൊരു സ്ഥലത്ത് പോകുമ്പോൾ ഉള്ളൊരു ഫസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് ട്രബിള് ഞങ്ങൾക്ക് 3 പേർക്കും ഉണ്ട്. അപ്പോൾ ഞങ്ങളൊന്ന് സെറ്റ് ആവണം ഇനി അവിടെ ചെന്ന്. കാരണം പുതിയൊരു അറ്റ്മോസ്ഫിയറിലേക്കാണല്ലോ ഇനി പോണത്. ഇനി അങ്ങോട്ട് അവിടെ തന്നെ ആയിരിക്കും. അപ്പം നമ്മൾ അതൊന്ന് ഉൾക്കൊണ്ട് വേണം. നമ്മൾ എങ്ങനെയാണെങ്കിലും ഈ വീടും ഈ റൂമും എല്ലാം നമ്മൾ മിസ് ചെയ്യും. കാരണം നമ്മൾ 2 വർഷമായിട്ട് ഈ ഇവിടെ തന്നെയാണ്. നമുക്കങ്ങനെ മാറാൻ സത്യം പറഞ്ഞ വിഷമമാണ്. അപ്പം അതുകൊണ്ട് അതിൻ്റെ ഒരു സങ്കടം ഞങ്ങൾക്ക് 2 പേർക്കും ഉണ്ട്. ശരിയാവും വിചാരിക്കണം. കാരണം ഈ ബാക്കിയുള്ള വിശേഷങ്ങളെല്ലാം നമ്മൾ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഒരു ബായ് പറഞ്ഞേ, ബായ്. അപ്പോൾ ദേ ഇതാണ് നമ്മുടെ വീടിൻ്റെ അവസ്ഥ. ഇനി ഇത് ഓരോന്നായിട്ട് റെഡിയാക്കി വയ്ക്കണം. മൊത്തം മാറ്റി എല്ലാം വലിച്ചിട്ട് കംപ്ലീറ്റ് അലമ്പാക്കി കിടക്കാണ്ടോ, എല്ലാം പുറത്തെടുത്തിട്ടു. ഇനി ഇത് ഒന്നേന്ന് തുടങ്ങി നമ്മൾ ഫുള്ള് നീറ്റാക്കണം. അതാണ് ഇനി ടാസ്ക്. ഹായ്, എന്തേ ഞങ്ങൾ നമ്മുടെ പുതിയ വീട്ടിലെത്തി. ആകെ ടയർഡായിട്ടിരിക്കുന്ന 2 പേരും. കുറേയൊക്കെ അടുക്കി പറിക്കലൊക്കെ കഴിഞ്ഞു. എന്നാലും ഉണ്ട് ഗൈസ് ഒരുപാട് സാധനങ്ങൾ ഇനിയും റൂമിലേക്ക് മാറ്റേണ്ടതായിട്ടുണ്ട്. പിന്നെ നമ്മൾ ഹാളിൽ അറേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. എല്ലാം വെക്കാനുണ്ട്. ഒരാളിവിടെ ക്ഷീണിതനായിട്ട് സൈഡായി. ഇത്ര നേരം ഫുള്ള് പണിയായിരുന്നു. കുറച്ച് റെസ്റ്റ് ചെയ്യാൻ നിർത്തിയിരിക്കുക. അങ്ങനെ സാധനങ്ങളെല്ലാം ഒന്ന് സോർട്ട് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് പുറത്തിറങ്ങാമെന്ന് പറഞ്ഞു ഷാനിട്ട്. അപ്പോൾ നവനും കൂട്ടി ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ വിചാരിച്ചു റോസ്മേനിയൊന്ന് സർപ്രൈസ് കൊടുക്കാമെന്ന്. കാരണം അവൾക്ക് മാത്രം ഒന്ന് ജോലി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവളെ ഒന്ന് പിക്ക് ചെയ്യാൻ പോകാമെന്ന് പ്ലാൻ ചെയ്തു. വരുന്നുണ്ട് അശാത്തി. അവൾ വിചാരിച്ചിട്ടേ ഇല്ല ഞങ്ങൾ നെവുമായിട്ട് അവളെ വിളിക്കാൻ ചെല്ലുന്നത്. ഭയങ്കര കാര്യമാണ് 2 പേർക്കും. അവളെ കണ്ട സന്തോഷമാണ് അവളുടെ മുഖത്ത് നെവുവിന്. അങ്ങനെ റോസ്റ്റിനെ പിക്ക് ചെയ്യാൻ പോയ സമയത്താണ് നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി വന്ന് നെവുവിനെ കൊഞ്ചിക്കലായിരുന്നു. നല്ലൊരു ഈവനിങ് ടൈമായിരുന്നു കേട്ടോ. കാരണം ഇപ്പോൾ ഇവിടെ സമ്മർ ആയതുകൊണ്ട് തന്നെ ലൈറ്റൊന്നും പോകില്ല. ഇപ്പോൾ ഏകദേശം 8 മണി ആയിട്ടുണ്ടാവും ഈ ടൈം. പക്ഷെ എന്നാൽ കൂടിയും ലൈറ്റ് ഇപ്പോഴും ഉണ്ട്. സമ്മർ ടൈമിൽ അതുപോലെ പുറത്തിറക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവർക്കും ഇഷ്ടമാണ്. ഇവിടെയുള്ള എല്ലാവരും സമ്മർ ടൈം തന്നെയാണ് വെയിറ്റ് ചെയ്യുന്നത്. പക്ഷേ നല്ലൊരു ഈവനിങ് ടൈം നമുക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ടൈമാണ്. നമ്മളെല്ലാവരെയും കണ്ട് സന്തോഷമായി. നല്ലൊരു ടൈം നമ്മളവിടെ സ്പെൻഡ് ചെയ്തു. ഹാപ്പിയായി. ഇനി വീട്ടിൽ ചെന്നിട്ട് വേണം പാല് കാച്ചൽ പരിപാടി ഉണ്ടല്ലോ, എന്നിട്ട് വേണമല്ലോ കുക്ക് ചെയ്യാനായിട്ട്. സോ അതിന് വേണ്ടിയിട്ടുള്ള പ്ലാനാണ് ഇനി നെക്സ്റ്റ്. അതിപ്പോൾ തന്നെ തിളയ്ക്കുമെന്ന് തോന്നുന്നു. നല്ല ചൂടുണ്ടോ തോന്നുന്നു. മതി ചൂടായിട്ട് പൊങ്ങിട്ട് തിളച്ച് പൊങ്ങി തരണ്ടേ? ഇതിപ്പോ തിളക്കോ? കൈ കിട്ടുമോ?
തിളച്ച് കഴിഞ്ഞാൽ അതിന് തിളച്ച് കഴിയുമ്പോഴേ തിളച്ച് പൊങ്ങി വരണം അല്ലേ? തികച്ചു ഞാൻ ശാലം പഞ്ചസാര കൊടുത്തിട്ട് പഞ്ചസാരന് വെള്ളം ഞാനൊന്നും പറയില്ല. ഉപ്പ് ഇതിന് പറഞ്ഞു ഒരു തിരിച്ചുകൂടെ എന്നറിയോ? അയ്യോതാ നിലു പ്രശ്നമായി കൊടുക്കുമോ ഞാൻ നെബു കൊടുക്ക നെബു ചൂട്ടൊക്കെ ഉണ്ട് ഇതാ. അയ്യോ വേണ്ടോ കത്തിയിരുന്നായിരുന്നു അവരൊക്കെ നല്ല ഉറക്കം വലിച്ച് ഉറങ്ങുണ്ടോ? ഊർക്കമലിയായിരിക്കും. നാളെ തെളിവ് എനിക്കായിരിക്കും. ഞാൻ 11:30 വരെ വിളിച്ചു. ഇനി വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ ഉറക്കാം തുടങ്ങി. തിരിച്ചൊക്കെ പറയുമ്പോ അപ്പോ എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയപ്പോ ബാബ നെബു നീലു നീലിച്ചട്ടി ചായക്കകത്ത് കൈയിട്ടു ഓക്കെ അല്ലേ? ടിഷ്യൂ എല്ലാം ഉണ്ടെങ്കിൽ തുടച്ചങ്ങ് മാറ്റുക അല്ലെ ഉണങ്ങി പിടിച്ചാ പിന്നെ ഇൻഡക്ഷന്റെ